ഹലോ, ഒരു അടിപൊളി ഹെയർ പാക്ക് ആയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് താരനും മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ രുക്കുവാവ് ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ രുക്കുവാവയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബർത്തുൻ്റെ തലയിൽ നല്ല താരൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തത്. നല്ല അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കും, ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാം. കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവയും കരിഞ്ജീരകവും കൂടി നമ്മളെന്ത് ചെയ്യുക, വെള്ളത്തിലിടുക. കുറച്ച് ഫ്ലാക്സ് സീഡും കൂടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് എടുക്കുക. നല്ലൊരു ജെല്ലായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരെ നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അധിക പേരും, ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രോട്ടീനാണ് കേട്ടോ. ഇതാണ് പുറത്തുണ്ട് തലേൻ്റെ അവസ്ഥ. ഈ ഹെൽമെറ്റ് വയ്ക്കുന്ന രാവിലെ ഈ മുടി കെട്ടി പോകുന്നതല്ലേ, ഇപ്പം എൻ്റെ അത്ര മുടി ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം തലയിൽ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഇങ്ങനെ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, കള്ളക്കരച്ചിൽ കറിയാണ് ഗേസ്. അയ്യോ അമ്മ ഉപദ്രവിക്കുന്ന മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ എനിക്കും ഭാവിക്കൊന്നും വയ്യായിരുന്നു കേട്ടോ, തീരെ വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തലയിലൊക്കെ ഫുള്ള് കുറച്ച് സമയം എടുക്കും, കാരണം കുറച്ച് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പൂച്ചേനെ കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഭാവിക്ക്. അയ്യോ പൂച്ച മാന്തു, അങ്ങോട്ട് പോണ്ടട്ടോ, പൂച്ച മാന്തിരിക്കൂ. ആ ദൂക്ക് അമ്മ അച്ഛനെ തല ചെയ്യുന്നു അവിടെ. ഇതിൽ നോക്കിയായിരിക്കും ഇതിലെന്തൊക്കെയാട്ടെ? ഇതില് ഫ്ലാക്സ് സീഡ് ഉണ്ട്, ഉലുവ ഉണ്ട്, കരിഞ്ജീരകം ഉണ്ട്, കോഴിമുട്ട ഉണ്ട്, അരിയുണ്ട്. ഇത് ചിരിക്കണേ പൂച്ച കടിക്കോ, അവിടെ ഇരുന്നിരിക്കൂ, പൂച്ച കടിക്കൂ. ഭർത്ത് ഇങ്ങനെ പറയുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, കുറച്ച് വീട്ടിൽ ഏതാണോ ചോറിന് വേണ്ടി മേടിക്കുന്ന അരി, അത് ഒരിത്തിരി ഒരു അര കയ്യിലൊക്കെ എടുത്തിട്ടിട്ട് അതും കൂടി കൂട്ടി തിളപ്പിക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഗൈസ്. അപ്പം ആ ഒരു അരിയിൽ നിന്ന് വരുന്ന സ്റ്റാർച്ചും എല്ലാം കൂടി നല്ല അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ശരിക്കിത്. കാക്കയുടെ കാക്ക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി ഏതായിരിക്കൂ? കാക്കയല്ലേ? മൃഗം ഏതാ? പൂച്ചയും കാക്കയും കഴിഞ്ഞിട്ടില്ല നമുക്ക് വേറെ ആരും. ചാർലിന് ഇഷ്ടല്ലേ? ചാർലി കൊരക്കെങ്ങനെയാ? പൂച്ച കള്ളപ്പൂച്ച ആരാ? അച്ഛന്റെ സുന്ദരി ആരാ? ആരാ പറയും? അച്ഛന്റെ രാജകുമാരി ആരാ? ഞാനാന്ന് പറയും, ഞാൻ തൊട്ടാ മാത്രം പോരാ. ആരാ? ഞാനാ. ഈ ഞാനാരാ? രുക്കു. അച്ഛൻ രാജകുമാരി അമ്മയാണോ രുക്കു? അച്ഛൻ രാജകുമാരി അമ്മയാണോ? അമ്മയാണ് രുക്കു അല്ല. കൊരങ്ങത്തി അമ്മയാ പറയും. പൂച്ച പോയി, പൂച്ച പോയിക്കോട്ടെ. പൂച്ച മാന്തു. അയ്യോ അങ്ങോട്ട് പോയി. അച്ഛന്റെ തലയിൽ നോക്ക്, അച്ഛന്റെ തലയിൽ എന്താ? അച്ഛന്റെ കൈക്ക് ഉവാവ് വെക്കൂ, കൈക്ക് ഉവാവ്. ഒഴിഞ്ഞുകൊണ്ടിരിക്കൂ, ഉമ്മ കൊണ്ടിരിക്കൂ. അമ്പടോ അച്ഛ സുന്ദരിയാട്ടോ. അടിപൊളി റിസൾട്ടാണ്. 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.